ഹജ്ജ് ചെയ്യാതെ തന്നെ ഹജ്ജിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന ചില ആളുകളുണ്ട്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു മക്ക ഹറമിൽ വെച്ച് സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തിൽ 2 മലക്കുകൾ അദ്ദേഹത്തിൻ്റെ സമീപത്ത് വന്ന് സംസാരിക്കുന്നതാണ് സ്വപ്നം. എന്താണ് അവർ പറയുന്നത്? ഈ വർഷം എത്ര ആളുകൾ ഹജ്ജ് ചെയ്തു എന്ന് ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് ചോദിക്കുകയാണ്. 1,00,000 ആളുകൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തിരിച്ചു ചോദിക്കുകയാണ്, അതിൽ എത്ര പേരുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു? മറ്റേ മലക്ക് പറയുന്നു, ഒരാളുടെ ഹജ്ജും അല്ലാഹു തആല സ്വീകരിച്ചിട്ടില്ല. എന്നാൽ ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഹജ്ജിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെയും ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു. പക്ഷേ അദ്ദേഹം ഹജ്ജിന് വന്നിട്ടില്ല. ഹജ്ജിന് വരാത്ത ആളുടെ ഹജ്ജിന്റെ ബറക്കത്ത് കൊണ്ട് മറ്റുള്ളവരുടെ ഹജ്ജ് സ്വീകരിച്ചു എന്നോ? എന്താണ് അതിന്റെ ഉൾപൊരുളെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഡമസ്കസിലേക്ക് യാത്ര ചെയ്ത് അവിടെയുള്ള മുവഫഖ് എന്ന് പറയുന്ന ചെരുപ്പുകുത്തിയായ മനുഷ്യന്റെ സമീപത്തേക്ക് എത്തിയിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വർഷം ഹജ്ജിന് വേണ്ടി ഉദ്ദേശിച്ചിരുന്നു എന്നിട്ട് നിങ്ങൾ പോയിരുന്നോ? എനിക്ക് പോകാൻ കഴിഞ്ഞില്ല. ഹജ്ജിന് വേണ്ടി ഞാൻ സ്വരൂപിച്ച് വെച്ച 300 ദിർഹം എനിക്ക് മറ്റൊരു അത്യാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു എന്ന് പറയുകയാണ്. ഏത് വിഷയത്തിലാണ് നിങ്ങൾ ചെലവഴിച്ചിട്ടുള്ളത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ തൊട്ട അയൽപക്കത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്ന് ഇറച്ചി വേവിക്കുന്ന ഗന്ധം വന്നതിൻ്റെ പേരിൽ എൻ്റെ ഗർഭിണിയായ ഭാര്യ പറഞ്ഞു, എനിക്ക് അയൽപക്കത്ത് നിന്ന് കുറച്ച് മാംസം വാങ്ങിച്ചു കൊണ്ടുവന്ന് തരുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് അല്പം മാംസം കിട്ടുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അയൽപക്കത്തെ വീട്ടിലേക്ക് പോയപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് ഹലാലാണ്, പക്ഷെ നിങ്ങൾക്കിത് ഹറാമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, എൻ്റെ യതീമുകളായ മക്കൾ വിശന്ന് കരഞ്ഞത് കണ്ടപ്പോൾ, അവർക്കൊന്നും കൊടുക്കാനില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ചത്തുകിടക്കുന്ന ഒരു കഴുതയുടെ ശരീരത്തിൽ നിന്ന് മാംസം മുറിച്ചെടുത്തു കൊണ്ടുവന്ന് ഞാൻ വേവിക്കുന്ന ഗന്ധമാണ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് ഹലാലല്ല, ഞങ്ങൾക്ക് ഹലാലാണ്, നിങ്ങൾക്കിത് ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ ചെരുപ്പ് കുത്തിയായ പാവ മുവഫഖ് എന്നവർ കാലങ്ങളായി ആഗ്രഹിക്കുകയാണ് ഹജ്ജിന് പോകാൻ വേണ്ടി. ചെരുപ്പ് കുത്തി സമ്പാദിച്ച് സ്വരൂപിച്ച് വെച്ച ആ 300 ദിർഹം ആ സ്ത്രീക്ക് കൊടുക്കുകയാണ്, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചോളൂ. നിർവഹിക്കാത്ത ആ ഹജ്ജിന്റെ ബറക്കത്ത് കൊണ്ട് നിർവഹിച്ച 1,00,000 ആളുകളുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചു എന്നാണ് ആ മലക്ക് പറഞ്ഞിട്ടുള്ളത്.